പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വളരെ പവിത്രവും ശ്രേഷ്ഠമേറിയ ഒരു ഇബാദത്ത് കർമ്മമാണ് കല്യാണം എന്നുള്ളത് അല്ലേ? അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ധാരാളം പ്രേരണകളും പ്രോത്സാഹനങ്ങളും നൽകിയ ഒരു ഇബാദത്ത് കർമ്മമാണ് നിക്കാഹ് എന്നുള്ളത്. പക്ഷേ ഇന്നിന്റെ കാലഘട്ടത്തില് ആ നിക്കാഹ് കർമ്മം, ആ ഒരു ഇബാദത്ത് ആരാധനക്കപ്പുറം ഒരു ആഭാസരമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. വളരെ ഖേദം കൊണ്ട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് കല്യാണ പല സദസ്സുകളും അനിസ്ലാമികമായിട്ട് കടന്നു വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയകളില് ഓരോ കല്യാണത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ കണ്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന രീതിയിലേക്ക് ഇന്നത്തെ സമുദായം അതപ്പതിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് കല്യാണം? അത് ഇബാദത്താണ്, എന്റെ സുന്നത്താണ്. ആ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായിരിക്കുന്ന നിക്കാഹ് കർമ്മത്തെ പല രീതിയിൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലുള്ള അനാചാരങ്ങള്, എത്രയോ വേണ്ടാത്തരങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണത്തെ കുറിച്ച് എന്തിനാ പറയുന്നത്? ഇന്ന് നടക്കുന്ന എൻഗേജ്മെന്റ് എങ്ങനെയാണ്? ലക്ഷങ്ങളില്ലാതെ എൻഗേജ്മെന്റ് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ലക്ഷങ്ങളില്ലാതെ, പൈസ ഇല്ലാതെ എൻഗേജ്മെന്റ് നടത്താൻ കഴിയില്ല. അത്രത്തോളം പ്രയാസത്തിലാണ് ഇന്ന് ചെറുപ്പക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, എൻഗേജ്മെന്റിന്റെ വീഡിയോ നിങ്ങൾ നോക്ക്. ഓരോ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോവാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കുത്തുബ് മീനാർ പോലും ലജ്ജിക്കുന്ന രീതിയിലുള്ള വലിയ ചോക്ലേറ്റുമായിട്ട് കടന്നു ചെല്ലുക. ഇങ്ങനെ ജാഥ പോവാൻ. നമ്മൾ റബ്ബില്ലാവിലൊക്കെ ജാഥ പോകുന്നത് പോലെ പെണ്ണിന്റെ വീട്ടിലേക്ക് കാറിന്നിറങ്ങി ഓരോരുത്തരും ഓരോ സാധനങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ജാഥയായിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാ. അതിന്റെ ധാരാളം ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കണം എന്ന് മാത്രമല്ല, ഐഫോൺ ഇല്ലാത്ത ചെക്കന് നിക്ക് വേണ്ട പെണ്ണ്. ഐഫോൺ ഇല്ലാത്ത ചെക്കനിലേക്ക് വേണ്ട. ഈ ചെക്കൻ പാവപ്പെട്ടവന് എവിടെ നിന്നൊക്കെയോ കടം മേടിച്ചിട്ട് ഒരു ഐഫോൺ മേടിച്ചു കൊടുക്കുക. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു ആഭാസരമാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇപ്പൊ പുതിയതായിട്ടൊന്ന് ബ്രൈഡ് എവിടെയോ കടൽ തിരമാലകൾ അടിച്ചു വീശുന്ന സ്ഥലത്തേക്ക് പെണ്ണും ആണും കടന്നു ചെന്നിട്ട് ഒരു നല്ല സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബലൂനൊക്കെ കെട്ടിയിട്ട് ആണും പെണ്ണും കൈ പിടിച്ചിട്ട് ഓളിങ്ങനെ കറക്കുക, ഓളെ തോളത്തിങ്ങനെ കൈവെക്കുക, ഓളിങ്ങനെ താങ്ങി പിടിക്കുക. എന്നിട്ട് ഒരുത്തം വീഡിയോ എടുക്കുക. അതിനെ 40 ആള് സ്റ്റാറ്റസ് ഇടുക. എന്നെ പോലത്തെ ഉസ്താദന്മാർ അത് കാണുക. എന്റെ പ്രിയപ്പെട്ടവർ, എന്തൊക്കെ ആഭാസരങ്ങളാണ്. ഇങ്ങനെ ഓളെ കറക്ക, ഓളെ കൈ പിടിക്കാൻ ഏത് ഇസ്ലാമാ നിനക്ക് അനുവദിച്ചത്? ഏത് ഇസ്ലാമാ നിനക്ക് പറഞ്ഞത്? എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നിനക്ക് ആ പെണ്ണിനെ ഹലാലാക്കി എന്നുള്ളതിന്റെ ഒരു അടയാളമല്ല. ഇസ്ലാം ഹലാലാക്കി തന്നിട്ടില്ല. ആ പെണ്ണ് അജ്നബിയായ പെണ്ണാണ്. അവരുടെ കരം പിടിച്ചിട്ട്, അവരുടെ തോളത്ത് കൈവച്ചിട്ട്, അവളെ താങ്ങി പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ഏത് ഇസ്ലാമാ നിന്നോട് പഠിപ്പിച്ചത്? ആ പെണ്ണിന്റെ കരം പിടിക്കല് അത് വ്യഭിചാരമാണ്. അത് വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് എല്ലാത്തിനും വ്യഭിചാരമുണ്ട്. കരം കൊണ്ടുള്ള വ്യഭിചാരം അന്യ പെണ്ണിന്റെ കരം പിടിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ആ പെണ്ണിന്റെ കരം പിടിച്ചിട്ട് വ്യഭിചാരത്തോടെ നിന്റെ ജീവിതം തുടങ്ങിയാൽ നിന്റെ ജീവിതം എവിടെയാണ് നന്നാവുക? പലപ്പോഴും പല ആളുകൾ ഉസ്താദന്മാരടുത്ത് വന്നിട്ട് പറയാറുണ്ട്, ഉസ്താദേ മകന് നന്നാവില്ല, മോന് പറഞ്ഞ പോലെ കേൾക്കുന്നില്ല, ഇമ്മാതിരി കല്യാണം കഴിച്ച എങ്ങനെയാ മക്കള് നന്നാവുക? അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന നട്ടലില്ലാത്ത വാപ്പമാർ, ഇസ്ലാമിന്റെ പേരും വരെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് കടന്നു പോയാൽ ആ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് ആണുങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഒരു കാര്യം ഓർത്തോ. കല്യാണം കഴിപ്പിക്കാൻ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാനൊരു ഖതീബ് ഉസ്താദാണ്. എന്റെ വാതിൽ വന്നിട്ട് പലപ്പോഴും എത്രയോ വാപ്പമാര് തന്റെ കയ്യിലുണ്ടാകുന്ന നോട്ടീസുമായിട്ട് കടന്നു വന്നിട്ട്, ലെറ്ററുമായിട്ട് കടന്നു വന്നിട്ട് പള്ളിന്റെ വാതിൽ മുട്ടാറുണ്ട്. ചോദിക്കും, ഉസ്താദ് എന്റെ പൊന്നുമോളുടെ കല്യാണമാണ് ഉസ്താദ്, ഒന്നുമായിട്ടില്ല, ഒരു പൊന്നു പോലും മേടിച്ചിട്ടില്ല, അവരുടെ കല്യാണത്തിന് വേണ്ടി കുറെ ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് വാപ്പമാർ പൊട്ടിക്കരഞ്ഞിട്ട് ഓരോ പള്ളിയുടെ ഉമ്മരപ്പടിയിൽ നിന്നിട്ട് തന്റെ പൊന്നുമകൾക്ക് വേണ്ടി യാചന നടത്തുമ്പോ ഓരോ
വീട്ടിന്റെ മുറ്റത്തേക്ക് ഓരോ വാപ്പമാർ നടന്നു പോയിട്ട് കാലിന്റെ ചെരുപ്പ് പോലും തടിയുന്ന രീതിയിൽ നടന്നു പോയിട്ട് ആ വീട്ടുകാർ കൊടുക്കുന്ന 10 രൂപ 20 രൂപ പെറുക്കിയെടുത്തിട്ട് തന്റെ കയ്യില് മുറുക്കി പിടിച്ചിട്ട് വീട്ടിലോട്ട് വാപ്പ കടന്നു വരുമ്പോ ഈ പെണ്ണിനിക്ക് പുതിയ പുതിയ ധാരാളം മംഗളം. ആ പെണ്ണിന് എന്തൊക്കെ മംഗലോ? മഞ്ഞ മംഗലമാണല്ലോ, ചോന്ന മംഗലമാണല്ലോ, ഒക്കെ പച്ച മംഗലമാണല്ലോ, അറബി നൈറ്റ് ആണല്ലോ. ഓളെ കൂട്ടുകാർ വരുമ്പോ വേറൊരു കേക്ക് മുറിക്കലുമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വാപ്പ ഒലിപ്പിച്ച ഒരു വേർപ്പിന് പകരം നിന്റെ ഈ ഒരു കല്യാണത്തിന് വെക്കാൻ കഴിയോ? അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വാപ്പക്ക് കൊടുക്കുന്ന സമ്മാനം ഇതാണോ? നിനക്ക് ചോന്ന മങ്ങലില്ലാതെ പറ്റൂല, നിനക്ക് മഞ്ഞ മങ്ങലില്ലാതെ പറ്റൂല, ബ്രൈഡ് നടത്താതെ പറ്റൂല. എന്തൊക്കെ ആഭാസരങ്ങളാണ്. പണ്ട് മംഗലം ഒരു ദിവസം, പിന്നെ ഒന്ന് കുട്ടി വീട്ടിയോണ്ട് പോവാ, വിളിച്ചോണ്ട് വരാ. ഇപ്പൊ അങ്ങനല്ല, ഒരാഴ്ച മംഗലോ, അറബി നൈറ്റ്, പഞ്ചാബി നൈറ്റ്, എന്തൊക്കെ നൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കതിന്റെ പേരറിയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, എന്തൊക്കെ ആഭാസനങ്ങളാണ് ജീവിതത്തിൽ. ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ വളരെ ഗൗരവത്തിലെടുക്കണം. ആ വാപ്പാന്റെ കാൽപാദം സ്പർശിച്ച മണ്ണ്, ആ മണ്ണിന്റെ മണൽ തരികൾ പോലും നിന്നെ ശപിക്കില്ലേ പെങ്ങളെ? നിന്നെ ശപിക്കില്ലേ? ആ വാപ്പ വന്നിട്ട് കരയുമ്പോ, വാപ്പ വന്നിട്ട് വേദനിക്കുമ്പോ, ഇന്നെത്രയാ പൊന്നിന് റേറ്റ് എത്രയാ? ആ വാപ്പ ഒരു 5 പവണെങ്കിലും എന്റെ പൊന്നുമോളുടെ കഴുത്തിലിടണമെന്ന് പറയുമ്പോ ഓൾക്ക് രാത്രി കേക്ക് മുറിച്ചിട്ടില്ലെങ്കിൽ ഉറക്ക് വരില്ല. എന്റെ ചങ്ങായിന്റെ വീട്ടിൽ അത് നടന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ നടക്കണം, ഇല്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ്. എന്തെല്ലാം ആഭാസനങ്ങളല്ലേ ഉസ്താദെ, അല്ലേ? ഇന്ന് ഫുള്ള് അങ്ങനെയുള്ള ആഭാസങ്ങൾ കടന്നുകൂടിയിരിക്കുകയാണ്. ഞാൻ വേദന കൊണ്ട് നിങ്ങളോട് സൂചിപ്പിച്ചെന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള അനാചാരങ്ങളെ തൊട്ട് മാറി നിൽക്കണം. അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ട് ജീവിക്കണം. അതാണ് നമ്മുടെ അവർ കാണിച്ച മാതൃക. ഇത് സുന്നത്താണ്. കുറെ ആൾ വിചാരിച്ച് പവർ കാണിക്കാൻ, എന്നിലുള്ള പൈസന്റെ പവർ കാണിക്കാനുള്ളതല്ല മംഗലോ. ഇത് ഇബാദത്താണ്. ആ ഇബാദത്ത് കർമ്മം ഇബാദത്തായിട്ടേ കൊണ്ടുപോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, സ്വർഗത്തിൽ വെച്ചിട്ട് ആരംഭിക്കുകയും സ്വർഗത്തിൽ വെച്ചിട്ട് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഇബാദത്ത് കർമ്മമുണ്ടെങ്കിൽ അത് മംഗലമാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാ ബീവിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ സ്വർഗത്തിലാണ്. ആദരവായ പ്രവാചകന്റെ കല്യാണം കഴിയുന്ന നാളെ സ്വർഗത്തിലാണ്. അല്ലാഹു തആല കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾക്കായോടിയുപ്പാ പട്ടിണി മാറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തുപ്പാ. കണ്ടില്ലേ കൽബകത്ത് വേദനയേറുന്നുപ്പാ.